പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ച് മുതിർന്ന CPI നേതാവ് ആനി രാജ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കൂടുതൽ വിജയസാധ്യതയുള്ള ആളെ പാർട്ടിക്ക് തീരുമാനിക്കാമെന്നും താൻ മത്സരിച്ച് തോറ്റ ആളാണെന്നും ആനി രാജ പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് കേരളത്തിലെ LDFനോടും CPI നേതൃത്വത്തോടുമാണ്. CPIയുടെ സീറ്റാണ് വയനാട്. വ്യക്തിയല്ല പ്രധാനം, പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവുമാണ് പ്രധാനം. അവരാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. ആനി രാജ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അവരുടെ പാർട്ടി തീരുമാനമാണെന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി. അത് UDFന്റെ തീരുമാനമാണ്. അവരുടെ സീറ്റാണ് അത് ആ പാർട്ടിയുടെ അവകാശമാണ്. അവരത് പ്രഖ്യാപിച്ചിരിക്കുന്നു, ആനി രാജ ചൂണ്ടിക്കാട്ടി. എന്നാൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരവും ആനി രാജ തന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വയനാട്ടിൽ ആനി രാജ മത്സരിച്ചത് കുടുംബാധിപത്യമാണ് എന്ന KC വേണുഗോപാലിന്റെ വിമർശനത്തോടും അവർ പ്രതികരിച്ചു. CPI ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയായതുകൊണ്ടല്ല താൻ വയനാട്ടിൽ മത്സരിച്ചത്. 45 വർഷമായി CPIയിൽ പ്രവർത്തിക്കുകയാണ്. സ്ത്രീയുടെ കഴിവിനെ അംഗീകരിക്കാൻ ചില പുരുഷന്മാർക്ക് ഇപ്പോഴും കഴിയുന്നില്ലെന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ചത്. UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ LDF നിരയിൽ നിന്ന് ആരാവും പ്രിയങ്കയെ എതിരിടാൻ എത്തുക എന്നതാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. LDFൽ CPIയുടെ സീറ്റാണ് വയനാട്. മണ്ഡലത്തിൽ സുപരിചിതയായ ആനി രാജയെ തന്നെ ഒരു വട്ടം കൂടി പരീക്ഷിക്കാൻ പാർട്ടിയും മുന്നണിയും തയ്യാറാവുമോ എന്നതാണ് ചോദ്യം. പ്രത്യേകിച്ച് എതിരാളിയായ ഒരു വനിതാ നേതാവാണെന്നതും ആനി രാജയ്ക്ക് പരിഗണന കൂടുതൽ കൽപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും സമയം അവശേഷിക്കെ തിരക്കിട്ട നീക്കത്തിന് LDF മുതിരില്ലെന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നണിയും പാർട്ടിയും ഇനി വയനാട്ടിലേക്ക് തിരക്കിട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള സാധ്യത കുറവാണ്. BJPയുടെ കാര്യത്തിലും നിലവിൽ സൂചനകളൊന്നുമില്ല. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത്. എന്നാൽ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് പോലും നേടാനായില്ല എന്നതായിരുന്നു മണ്ഡല ചിത്രം. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ കണക്കുകൂട്ടലോടെ സ്ഥാനാർത്ഥി നിർണയം നടത്താനാവും BJPയും ശ്രമിക്കുക.